അല്ല വണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കൈ എടുത്തിപ്പം കാണിച്ചു തരാം. നിങ്ങളൊന്ന് ഹലോ ഗായ്സ്, മോട്ടോ ക്ലച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ KTM RC 390 BS4ൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും തുടങ്ങാം. ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഹാലജൻ ബൾബോട് കൂടി വരുന്ന ഫ്രണ്ടിലത്തെ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ലൊരു എന്താ പറയേണ്ട ഭംഗിയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ. പിന്നെ നമുക്ക് വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത് നമ്മുടെ മിററിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. BS6 അല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഷോക്കിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 43 mm WPയുടെ അപെക്സിന്റെ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ടയർസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് ഒരു 110 സെക്ഷൻ്റെ ടയറും അതേപോലെ ബാക്കിൽ വരുന്നത് ഒരു 150 സെക്ഷൻ്റെ ടയറും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഡിസ്ക് ബ്രേക്കിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു 320 mm വലിയൊരു ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു കിഡിലം ബ്രേക്കിംഗ് ആണ്. അതായത് ഈ വണ്ടിയുടെ ഒരു പവറിന് പറ്റിയ ഒരു ബ്രേക്കിംഗ് തന്നെയാണ് KTM ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ ബാക്കിലത്തെ ഡിസ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 230 mm ബാക്ക് ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABSോട് കൂടി വരുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ ബോഷിന്റെ ABSും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഹെയർ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. വണ്ടിയുടെ ഫുഡ് പാക്ക് ഒക്കെ നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ ലുക്ക് നോക്കിയാൽ തന്നെ ഒരു കിടിലൻ ലുക്കിലാണ് ഈ വണ്ടി വരുന്നത്. അതായത് പെർഫെക്റ്റ് ഒരു ട്രാക്കിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു വണ്ടിയാണിത്. എന്താ പറയണ്ട, ഭയങ്കര ഷാർപ്പറായിട്ടുള്ള ബോഡി പാനൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. എന്താ ഇപ്പോൾ ഈ BS4ന് ഏകദേശം ഒരു കളർ വേരിയൻ്റ് ഉള്ളായിരുന്നു, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം BS6 ആയപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഒരു ആഷ് കളറും അതേപോലെ ഒരു വൈറ്റും, ഈ രണ്ട് കളറിലാണ് ഇപ്പം നമ്മുടെ ഈ RC 390 വരുന്നത്. ഗായ്സ്, അപ്പോൾ ഞാൻ ഇനി വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഗായ്സ്, അപ്പം BS6 ആയപ്പോഴത്തേനും വണ്ടിയുടെ എക്സോ സൗണ്ടൊക്കെ ജസ്റ്റ് റിഫൈൻഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് നല്ല എന്താ പറയുക, നല്ല ബാസ് ആയിട്ടല്ലേ എന്താ പറയണ്ടേ, നല്ല ഗ്രണ്ടായിട്ടൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ ഒരു കുഞ്ഞ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഞാൻ ഈ വണ്ടിയെ പറ്റി അങ്ങനെ എന്താ പറയണ്ട വിശദീകരിച്ചായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ കുറേ കണ്ടായിരിക്കും. കൂടാതെ ഇതൊരു BS4 വണ്ടിയും കൂടാണ്. പിന്നെ വണ്ടിയുടെ സീറ്റിലോട്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഒരു കുഞ്ഞ് സീറ്റാണ് വരുന്നത്. അതായത് ഈ വണ്ടി ഒരിക്കലും ഒരു എന്താ പറയണ്ട ഡെയിലി യൂസിനോ അല്ലെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയോ ഒന്നും അല്ല. ഇത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതൊരു ട്രാക്ക് ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് യൂസിനായിട്ടാണ് അവർ വണ്ടി മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അവർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം, കുഞ്ഞൊരു സീറ്റാണ് വരുന്നത്. ബാക്കിലത്തെ സീറ്റ് ഇതാണ്. അത് കണ്ടാ സീറ്റാന്ന് പോലും പറയത്തില്ല, ഇരിക്കാനും ഒരു സുഖവും ഇല്ല, പിടിക്കാനോ ഒരു കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ബാക്കിലത്തെ ലുക്കൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. ഈ നമ്മുടെ ടെയിലൊക്കെ ഒരു LED ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ ഇവിടെ വണ്ടി പറയേണ്ട ബാക്കിൽ നമ്മുടെ LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഓണർ ഇത് കസ്റ്റമായിട്ട് അവർ ചെയ്തേക്കുവാണ്. എന്തായാലും നമ്മുടെ RCയുടെ ഫ്രണ്ടിൽ വരുന്ന ആ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് പൊതുവേ ഇങ്ങനെ ടെയിൽ ടെടി വെക്കുന്നതാണ് ഇഷ്ടം. അതേപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ബാക്കിന് ലുക്കുള്ള ഒരു വണ്ടി നമ്മുടെ R15 വേർഷൻ 3 അതേപോലെ നമ്മുടെ ഈ RC 390 ആയിരിക്കും. കാരണം എന്താ പറയുക, RC സീരീസിന്റെ എല്ലാ ബാഗ് സെയിം ആണ്. അവർ പിന്നെ RC സീരീസ് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, എല്ലാ വണ്ടിക്കും ഒരു ലുക്ക് തന്നെയാണ്. അവർ വർഷം വണ്ടി ഇറക്കി അന്നോട്ട് ഇന്ന് വരെ അവർ വർഷം അവർ പെയിന്റ് മാത്രം മാറ്റും, അല്ലാതെ ഡിസൈനിൽ വേറെ ഒരു എന്താ പറയണ്ടേ ഒരു കാര്യം പോലും അവർ കൊണ്ടുവന്നിട്ടില്ല. പെയിന്റ് കറക്റ്റ് സമയത്ത് അവർ മാറ്റി ഇറക്കും. അതാണ് ഇവരുടെ മെയിൻ കാര്യം. അതായത് ഇപ്പം ഇനി അടുത്ത നെക്സ്റ്റ് ജെൻ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ പണിഞ്ഞ് നശിപ്പിച്ച ഒരു RC ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിനെപ്പറ്റിയൊന്നും കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഈ ഒരു ലുക്ക് ഫുള്ളായിട്ട് അവർ മാറ്റുന്നതെന്നൊക്കെ പറയുന്നത് ഇനി വണ്ടി വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ള കാര്യമൊന്നും അറിയാൻ വയ്യ. ഗായ്സ്, അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ എഞ്ചിൻ സൈഡിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ എഞ്ചിൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ 373 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതേപോലെ ഇതിന്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 43 PS പവറും അതേപോലെ 36 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. ഭയങ്കര പവർഫുൾ ആയിട്ട് ഒരു എഞ്ചിനാണ്. അത് എന്താ പറയണ്ട, ഇതൊരു BS4 വണ്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ല പവർ ഈ വണ്ടി കയറുന്നതും അതേപോലെ തന്നെ നല്ല റഫായിട്ടൊരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ആവും. അപ്പോൾ ഞാൻ നിങ്ങളോട് വണ്ടിയിലോട്ട് ജസ്റ്റ് കെയർ ചെയ്ത് സംസാരിക്കാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടി കയറിയിരിക്കുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒരു 166 kg ആണ് ഈ വണ്ടിയുടെ ഡ്രൈ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 830 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഷോർട്ട് ആയിട്ടുള്ള റൈഡർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ ബാക്കിലെ സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയണ്ടേ സോഫ്റ്റ്വെയർ സൈഡാണ്. പക്ഷേ ഫ്രണ്ട് അങ്ങനെയല്ല, ഫ്രണ്ട് നല്ല ഹാർഡായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അത് മെയിനായിട്ട് നമുക്ക് ഈ കോർണറിങ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് അവർ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഡാഷിലോട്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, എന്താ പറയണ്ടത്, ആ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറും അതേപോലെ നമ്മൾ കണ്ടുവരുന്ന
ബേസിക് ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, അല്ലാതെ ഈ സ്വിച്ചസിലും ഇതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ വണ്ടിയുടെ മീറ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയണ്ടേ, ഇവിടെ എല്ലാ ഇൻഡിക്കേഷൻസും കാര്യങ്ങളും കാണാം. പിന്നെ മോഡ് സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള എന്താ പറയുക ബേസിക് ആയിട്ടുള്ള മീറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നമ്മുടെ ഹീറ്റ്, ഫ്യൂവൽ, അതേപോലെ നമ്മുടെ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, അതൊക്കെ തന്നെയാണ് മീറ്ററിൽ വരുന്നത്. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. എന്താ പറയണ്ടേ, നമുക്കൊരു 5 സ്റ്റെപ്പായിട്ട് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ലിവറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിന്റെ ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതൊരു സ്ലീപ്പർ ക്ലച്ചോട് കൂടി വരുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് സൈഡാണ് ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വണ്ടിയുടെ ഗിയർ ബോക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു 6 സ്പീഡ് ഗിയർ ബോക്സോട് കൂടി വരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഇപ്പം BS6 ആയപ്പോൾ ഇതിലും കുറച്ചുകൂടെ കുറഞ്ഞാണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്നത് ഏകദേശം ഒരു 178 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വണ്ടിയുടെ ടാങ്കിന്റെ സൈഡിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു ക്യൂട്ടായിട്ടുള്ള കുറച്ച് നീളമുള്ള ഒരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കിന്റെ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഏകദേശം ഒരു 9.5 ലിറ്റർ കപ്പാസിറ്റിയൊക്കെയാണ് ടാങ്കിന് വരുന്നത്. ഇതൊരിക്കലും നിങ്ങൾക്കൊരു ലോങ് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ലോങ് പോകാനോ ഉള്ള ഒരു വണ്ടിയായിട്ടുള്ള അവർ മെയിനായിട്ട് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ അത്യാവശ്യം നല്ല കുറവാണ്. മെയിനായിട്ട് വണ്ടിയുടെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാ ഒരു ബൈക്ക് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ലീൻ ചെയ്തിരിക്കണം. അപ്പോൾ എന്താ പറയുക, നല്ല ഫ്രണ്ടിലോട്ട് ഇരുന്നാണ് ഈ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ആ ഒരു ലീൻ ചെയ്തിരിക്കുന്ന പൊസിഷൻ കിടിലനാണ് ഈ വണ്ടിയുടെ നമ്മുടെ V3 ഒക്കെ ചോദിക്കുന്നത് നല്ല കിടിലൻ പൊസിഷനാണ്. പിന്നെ ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ഇവിടെയൊക്കെ വേദന എടുക്കാനും ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ആവുന്നത് വണ്ടിയുടെ പവറാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. എന്താ പറയണ്ടത്, നമ്മൾ കണ്ട ഫസ്റ്റ് ഗിയറിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോഴത്തേന് വണ്ടി തീ പോകുന്ന പോലെ പോകണം, അമ്മാതിരി ഒരു പവറും അതേപോലെ ഭയങ്കര എന്താ പറയണ്ട ഒരു ആക്സിലറേഷൻ ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിക്ക് വരുന്നത് റൈഡ് ബൈ വയർ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ആക്സിലറേഷനിൽ അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഫീൽ ആവത്തില്ല. അതേപോലെ തന്നെ വണ്ടിയുടെ സസ്പെൻഷനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളി സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ട് നല്ല ഹാർഡായിട്ട് ഒരു സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് കോർണറിങ് ചെയ്യാനായാലും വണ്ടി നല്ല എന്താ പറയണ്ടത്, നമ്മളെ വണ്ടി കറക്റ്റ് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കോർണറിങ് ചെയ്യുന്ന പോലെയുള്ള ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി കോർണറിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നും. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഏകദേശം ഒരു 20 to 25 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കാരണം അത് ഇത്രയും പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. ഇതിന്റെ പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. വണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കൈയെടുത്തിപ്പം കാണിച്ചു തരാം. നിങ്ങളൊന്ന് ഭയങ്കര എന്താ പറയണ്ട ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. വണ്ടി കയറാനൊന്നും ഒരു രീതിയിലുള്ള മടിയോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ നിന്ന് നമുക്ക് ഫീൽ ആവത്തില്ല. അതേപോലെ തന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളി ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അടിപൊളി ബ്രേക്കിങ്. കാരണം ഞാൻ എന്താ പറയണ്ട, വണ്ടി പിടിച്ചടന്ന് നിൽക്കും. നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അപ്പോഴും നിൽക്കും എന്നൊക്കെ പറയത്തില്ല. ആ ഒരു ലെവൽ ബ്രേക്കിംഗ് ആണ് KTM ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ലീൻ ചെയ്താണ് ഇരിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, അങ്ങനെ ഇരുന്ന് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വെറൈറ്റി ഫീലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നതും. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് BS4 വണ്ടികൾക്ക് എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ 200 പോലും ഉണ്ടായിരുന്നു BS4 നല്ല രീതിയിലുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് ബക്കിന് നമ്മുടെ ഈ ഹാൻഡിൽ ബാറിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നല്ലപോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ട, വണ്ടി ഒരു രക്ഷയില്ലാത്ത പവറാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവർ. എനിക്ക് സത്യത്തിൽ പറയാൻ വാക്കുകൾ ഇടുന്നില്ല, അമ്മാതിരി പവർ. ഞാൻ ഇതാണ്ട് 3 എനിക്ക് തോന്നുന്നു വണ്ടി ഭയങ്കര സഡനായിട്ട് കയറും എന്ന് പറഞ്ഞാൽ പട്ടാന്നാണ് കയറുന്നത്. അടുത്തതായിട്ട് നമ്മുടെ വണ്ടിയുടെ സീറ്റിങ്ങിനെ പറ്റിയൊക്കെ സംസാരിക്കുക. അത്യാവശ്യം നല്ല ഹാർഡായിട്ട് ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കും ചെറിയ രീതിയിലൊരു തരിപ്പും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഫീൽ ആവും. പിന്നെ അല്ലാതെ വേറെ സീനോ കാര്യങ്ങളൊന്നും എനിക്ക് അത്രയും ഫീൽ ആവുന്നില്ല. ഗായ്സ്, ഇനി ഞാൻ പറയുകയാണ്, ഈ വണ്ടി ഇപ്പോൾ ആരൊക്കെ നോക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പവറിന് വേണ്ടി നടക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് പവർ മാത്രം മതി എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ RC390. കാരണം ഈ വണ്ടിയിൽ പവർ ഇങ്ങനെ ഓവർലോഡായിട്ടിരിക്കുകയാണ്. അതായത് പവർ എപ്പോൾ എന്താ പറയണ്ട, തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ് നമ്മുടെ ഈ RC390. BS4 BS6 ആയപ്പോൾ വണ്ടിക്ക് പവർ ചെറിയ രീതിയിൽ ഡ്രോപ്പ് എന്നൊക്കെ പറയാൻ കാരണം എന്ന് പറയാൻ ഈ വണ്ടിയുടെ എഞ്ചിൻ കുറച്ച് റോ ആണ്. അതായത് എന്താ പറയണ്ടേ, BS3 അപേക്ഷിച്ചെന്നല്ല BS4ഉം BS6 ആണ് ഞാൻ പറയുന്നത്. അതായത് BS4നെ അപേക്ഷിച്ച് BS6 ആയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എഞ്ചിനൊക്കെ റിഫൈൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സൗണ്ടിലായാലും അല്ലെങ്കിൽ ഈ ഒരു ഗ്രണ്ടൽ ഇങ്ങനെ ടക്ക് നാക്കിക്കുന്ന ആ ഒരു സൗണ്ടിലൊക്കെ ആയാലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് സെക്യൂർ ആയിട്ടുള്ള പവറായിട്ടൊക്കെ തോന്നും. പക്ഷേ ഈ വണ്ടി ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടൊരു പവറും കാര്യങ്ങളൊക്കെ ആണെന്ന്. നിങ്ങളിത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ഓടിക്കണം, അല്ലെങ്കിൽ പണിയൊക്കെ
രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങളൊരു സ്കൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു 150 സെഗ്മെന്റിനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഇത് ഒരിക്കലും ചേരുന്ന വണ്ടിയല്ല. നിങ്ങൾ നല്ല ഓടിച്ച് പഠിക്കാൻ തന്നെ ഉള്ളൊരു വണ്ടിയാണ് ഇത്. എന്താ പറയണ്ടേ, നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് കുറച്ച് പഠിക്കേണ്ട തന്നെ ഉണ്ട്. കാരണം അമ്മാതിരി ഒരു പവർ ഡെലിവറിയാണ്. നമ്മൾ വിചാരിക്കുന്ന പവറേ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഫീൽ ആവുന്നത്. പിന്നെ ഒരു 250cc അല്ലെങ്കിൽ 200cc എന്നൊക്കെ വരുന്നവരാണെങ്കിൽ അത്യാവശ്യം കൺട്രോൾ ചെയ്യാനൊക്കെ വെക്കും. എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ പവർ തന്നെയാണ്. അതായത് പവർ എന്തോ പറയണ്ടാവും, അമ്മാതിരി ഒരു പവറാണ്. ഒരു രക്ഷയില്ലാത്ത പവറും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി. എനിക്ക് എന്താ പറയണ്ട, ഓടിച്ചിട്ട് എനിക്ക് എൻ്റെ കിളി പോയി നിൽക്കുവാണ്. ഞാൻ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം ഓടിച്ചിട്ടില്ല. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ആളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും മാക്സിമം കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഈ BS4 വണ്ടി സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ വണ്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ ആളുടെ അടുത്ത് ചോദിച്ചാൽ മതി. കാരണം BS4 വണ്ടി ഇപ്പം പുതിയത് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ലുക്ക് ഭയങ്കര ഒരു ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. ഒരു കിടിലൻ ലുക്കാണ്. നമ്മളെ റോഡിൽ കൂടെ പോയാൽ എല്ലാവരും പെട്ടെന്ന് നോക്കും. അതായത് ഈ വണ്ടി ഒരു എന്താ പറയുക, ഒരു ട്രാക്ക് വെപ്പൺ പോലാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഷേപ്പ് ആയാലും അതേപോലെ ആ ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ആയാലും ഭയങ്കര രസമായിട്ടാണ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അവർ ഓരോ എന്താ പറയണ്ടേ, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അവർ വളരെ പെർഫെക്ഷൻ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി കാണാനായാലും അല്ലെ വണ്ടി ഇപ്പം എന്താ പറയുക, റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു രക്ഷയില്ല. ഏതവനായാലും നോക്കും. പിന്നെ ഇപ്പം BS6ൻ്റെ കളർ ഒരു ഡള്ള് കളറൊക്കെ ആണെങ്കിലും പക്ഷേ BS4ൻ്റെ BS3യുടെയും കളർ അടിപൊളി കളറാണ്. പിന്നെ BS3യെ പറ്റി ഒന്ന് പറയേണ്ട, അതാണ് KTMൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഞ്ചിൻ. ഞാൻ ഓടിച്ചിട്ട് എൻ്റെ കിളി പറഞ്ഞൊരു വണ്ടിയാണത്. കാരണം അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറാണ്, ഒരു രക്ഷയില്ലാത്ത പവർ. ഇപ്പോൾ ഈ മിറർ ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചേക്കാണ്. അല്ലാതെ ഈ മിററിൽ നിന്ന് വലിയ രീതിയിലുള്ള വിസിബിലിറ്റിയോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. അതായത് എനിക്ക് ഏകദേശം ഈ മിറർ ഇപ്പം നൂത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ പകുതി തന്നെ പോർഷൻ ആയിരിക്കും മിററിൽ കാണുന്നത്. വലിയ രീതിയിലുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിററും കാര്യങ്ങളും ഒന്നും അല്ല. അപ്പോൾ ഈ വണ്ടിയുടെ ടയർസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് നമ്മുടെ അപ്പോളോ ആൽഫ H1ൻ്റെ ടയറും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അത് അത്യാവശ്യം നല്ല കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കോർണറിങ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ BS6 വണ്ടിക്കൊക്കെ വരുന്നത് MRFൻ്റെ ടയറാണ്. അതിന് വലിയ കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ BS6 വണ്ടി എടുക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ടയർ വാങ്ങിയിട്ട് നിങ്ങൾ ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ വണ്ടിയുടെ ആ ഒരു പവറിന് അതേപോലെ വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്കൊക്കെ ആ ടയർ ഒത്തിരി അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വണ്ടിയുടെ ടയറിന് വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ 2014 നമ്മുടെ ഈ RC സീരീസ് ലോഞ്ച് ആവുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ വണ്ടിയുടെ ഡിസൈനിലോ കാര്യങ്ങളോ ഒന്നും അവർ ഒരു രീതിയിലുള്ള മാറ്റമോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ എന്താ പറയണ്ട, അന്ന് മുതൽ ഇന്ന് വരെ ഈ വണ്ടികളുടെ ഫാൻസ് പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫാൻസ് പവറാണ്. കാരണം ഈ വണ്ടി കമ്പയർ ചെയ്യുന്നത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ R3 അല്ലെ Ninja 300 ഒക്കെ ആയിട്ടാണ് ഈ വണ്ടി കമ്പയർ ചെയ്യുന്നത്. അതായത് അമ്മാതിരി ഒരു പവർഫുൾ ആയിട്ട് ഒരു വണ്ടിയാണ്. ആ വണ്ടിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഈ വണ്ടിയുടെ ഒരു പവർ ഫിഗേഴ്സോ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു പവറും കാര്യങ്ങളൊക്കെ. നിങ്ങളൊരു 390 എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കുക. കാരണം എന്താ പറയുക, ഈ സീറ്റിംഗ് പൊസിഷനൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട. കാരണം എന്താ പറഞ്ഞാൽ വണ്ടിയെ പറ്റി ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതൊരു BS4 വണ്ടിയാണ്, BS6 വണ്ടിയല്ല. അതേപോലെ ഈ റിവ്യൂ ഒക്കെ നിങ്ങൾ ഒത്തിരി കണ്ടു കാണും. BS4 വണ്ടിയുടെയൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടതായിരിക്കും. പിന്നെ ഞാൻ വണ്ടി കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ പോലെ ചെയ്തതേ ഉള്ളൂ. അപ്പം എന്താ പറയണ്ടേ, അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് എൻ്റെ ഈ RC 390 BS4ൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ ഓണറുടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും മാക്സിമം കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആളുടെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.